ഇതെൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് ഉണ്ടായിട്ടുള്ളൊരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ കഥയാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഈ ഫാഷൻ ഫ്രൂട്ടിനൊക്കെ കഥയുണ്ടോയെന്ന്. ഞങ്ങളിതുപോലെ ഓരോ വീട്ടിൽ ഇതുപോലെ ഉണ്ടായി നിൽക്കണ കാണുമ്പോഴേ അതിൻ്റെ വെള്ളം കലക്കി കുടിക്കാനായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആറ്റും നോറ്റ് അതിൻ്റെ ചെടി വന്ന് മണ്ണുത്തിൽ നിന്ന് വാങ്ങിയിട്ട് ഞങ്ങൾ നട്ടു. കുറേ ഉണ്ടായിന്ന് വെച്ചാൽ ഫാഷൻ ഫ്രൂട്ടല്ല കേട്ടോ, നന്നായി പടർന്ന് പിടിച്ചു ഇതിൻ്റെ. ഞങ്ങൾ വിചാരിച്ച് നന്നായിട്ട് ഉണ്ടാവുമെന്ന്. പക്ഷേ പൂവുണ്ടാവും കൊഴിയും എന്നല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടാ. കാട് പോലെ ഇങ്ങനെ വളർന്ന് നിൽക്കണം കണ്ടിട്ട് ഒന്നും ഉണ്ടാവണില്ലല്ലോ. ദേഷ്യം വന്നിട്ട് ചേട്ടൻ എല്ലാതും വെട്ടിക്കളഞ്ഞു കേട്ടാ. പിന്നെ അതിൻ്റെ ചെറിയൊരു ഭാഗം അവിടെ ഉണ്ടായത് കൊണ്ടാവാം മഴ പെയ്തപ്പോൾ ഒന്നും കൂടി നന്നായി ഇത് അങ്ങോട്ട് കിളിർത്തു. അപ്പം ഞാൻ വിചാരിച്ചു വീണ്ടും നന്നായിട്ട് ഉണ്ടാവുമെന്ന്. അപ്പോൾ പഴയതുപോലെ തന്നെ പൂവുണ്ടാവും കൊഴിയും. ഈ പ്രാവശ്യം ഉണ്ടായില്ലല്ലോ എന്ന് വിചാരിച്ച് തലയിൽ കൈവച്ച് ഇങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോഴാണ് കേട്ടാ നോറ്റൊരു ഫാഷൻ ഫ്രൂട്ട് അവിടെ മുകളിൽ ഉണ്ടായി നിൽക്കണം. അതാണെങ്കിൽ സാധാരണ ഒരു ഫാഷൻ ഫ്രൂട്ടിനേക്കാളും കുറച്ചും കൂടി വലിപ്പമുണ്ട് കേട്ടാ ഈ ഉണ്ടായി നിൽക്കണ ഫാഷൻ ഫ്രൂട്ടിന്. അതാണെങ്കിൽ ഒന്നും രണ്ടും ഒന്നല്ല കേട്ടാ, നിറയെ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ അതെ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല, പൂവായിട്ട് അതിൽ നിറച്ചുണ്ടായി നിൽക്കണുണ്ട്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം പരാജയമായെങ്കിലും രണ്ടാമത്തെ പ്രാവശ്യം ഗംഭീരമായിട്ട് ദൈവം തന്നു കേട്ടാ. നിറയെ ഫലങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഈ കാണുന്ന ഭാഗത്തൊക്കെ തിങ്ങി നിറഞ്ഞിട്ടായിരുന്നു കേട്ടോ ആദ്യത്തെ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ഇത് ഉണ്ടായിട്ടുള്ളൂ, എന്നിട്ടാണ് ഇത്ര അധികം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഫാഷൻ ഫ്രൂട്ട് പഴുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ പഴുത്തിട്ട് നമുക്ക് അതെങ്ങനെ ഉണ്ടെന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ.